നമ്മൾ എല്ലാവരും കാത്തിരുന്ന ദിവസം ഇന്നാണ്. Day 2 of Babi's birth vlog. എന്നെ കൊണ്ടോട് പോയതിനാണ്. Hi guys, I'm Jahana Jabbar and welcome to Jahana Jabbar Farasha Vlogs. So guys, നമ്മൾ എല്ലാവരും കാത്തിരുന്ന ദിവസം ഇന്നാണ്. എൻ്റെ യൂട്യൂബ് ഫ്രണ്ട്സും എൻ്റെ ഇൻസ്റ്റഗ്രാം ഫ്രണ്ട്സും കാത്തിരുന്ന് ബാബിക്ക് വാവേണ്ടായില്ലേ എന്ന് ചോദിച്ച ദിവസം ഇന്നാണ്. ഇന്ന് ബാബിക്ക് വാവേണ്ടാവും. ഇന്ന് ഫ്രൈഡേ. ഡേറ്റ് എത്രയാ? ഈ വ്ളോഗ് നിങ്ങൾ കാണുമ്പോൾ ചിലപ്പോൾ നല്ലതായിട്ട് ലേറ്റ് ആവും. ഇന്ന് ഫ്രൈഡേ 5th ജൂലൈ. ഞാൻ ഇന്നലെ 4th ജൂലൈയിൽ ഇവിടെ എത്തി. ക്ലാസ് കഴിഞ്ഞ് പോകുന്നു. ഇന്നലെ വൈകുന്നേരം എത്തി. ഇന്ന് ലീവ് എടുത്ത്. ബൈ 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 ബൈ. എൻ്റെ കൊച്ചിന് ഒന്ന് പൊന്നൂരെ നോക്കണം കേട്ടോ. ഓടിക്കോ. അപ്പോൾ ബാബിനെ ഇപ്പോൾ ലേബർ റൂമിൽ കയറ്റിയേക്കാണ്. ഇവിടെ എല്ലാവരും ഉണ്ട്. ഞാനുണ്ട്, ഇത്താത്തണ്ട്, മൂസിയുണ്ട്, ഞങ്ങളെല്ലാവരും ഉണ്ട്. എല്ലാവരും വാവക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടാണ്. ഞങ്ങൾ പപ്പാനൊക്കെ പേര് പറയാൻ വേണ്ടി പഠിപ്പിക്കണം. വാവക്ക് പേര് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ പേര് പറയാൻ വേണ്ടി പഠിപ്പിക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ എല്ലാവരും വ്ളോഗ് കാണാം. ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ വ്ളോഗൊക്കെ എടുത്ത് വയ്ക്കുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ചാൽ കുറച്ച് ആളുകൾ നമ്മൾ ഈ വീഡിയോസൊക്കെ കാണുമ്പോൾ നമുക്കിതൊരു മെമ്മറിയാണ്. അപ്പോൾ ഓക്കെ ഗൈസ്, എല്ലാം ഞാൻ അറിയിക്കുന്നതായിരിക്കും. ബൈ. എല്ലാവരും വ്ളോഗ് കാണാം. സോ ഗൈസ്, ഇത് ഞാനൊരു 2 months ബിഫോർ എടുത്ത വ്ളോഗാണ്. അപ്പോൾ എനിക്ക് അതുകൊണ്ട് എന്തൊക്കെയാണ് പറയേണ്ടതെന്ന് അറിയില്ല. കറക്റ്റായിട്ട് ഞാൻ ഒന്നും ഓർക്കണ പോലുമില്ല. അപ്പോൾ ബാബിക്ക് ആക്ച്വലി ഡേറ്റ് പറഞ്ഞത് 10th ജൂലൈ ആണ്. പക്ഷേ അതിന് മുമ്പ് ലാസ്റ്റ് സ്കാനിങ്ങിന് പോയപ്പോഴാണ് ബാബിനോട് അവർ നേരത്തെ വന്ന് 1 week ബിഫോർ വന്ന് അഡ്മിറ്റ് ആക്കാൻ പറഞ്ഞ്. അതായത് 4th ജൂലൈ വന്ന് അഡ്മിറ്റ് ആക്കാൻ പറഞ്ഞു. അങ്ങനെ ബാബിയുടെ ഉമ്മയും ഇക്കയും കൂടിയും പോയി അഡ്മിറ്റായി. അന്നാണ് ഞാൻ തിരിച്ച് ഹോസ്റ്റലിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്. അന്ന് നൈറ്റ് ഞാൻ ഇവിടെ എത്തി. അപ്പോൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞാൻ വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിൽ ബാബിനെ കാണാൻ പോണ സീൻസാണ് ഈ കാണുന്നത്. ഈ വ്ളോഗ് അത്ര ഇൻട്രസ്റ്റിംഗ് അല്ലായിരിക്കും, ബിക്കോസ് ഞാൻ കുറച്ച് ക്ലിപ്സ് എടുത്തിട്ടുള്ളൂ. ആ ക്ലിപ്സ് തന്നെ വീണ്ടും റിപ്പീറ്റഡാണ് ഞാൻ വ്ളോഗ് ആക്കുന്നത്. ബിക്കോസ് കുറേ സന്തോഷത്തിൽ മിക്കപ്പോഴും ഞാൻ ഓരോ പ്രോഗ്രാം ഉണ്ടാകുമ്പോൾ വ്ളോഗ് എടുക്കണം എന്ന് ആലോചിക്കും. ബട്ട് സ്റ്റിൽ ആ ഒരു സന്തോഷത്തിൽ നമ്മളിങ്ങനെ മുഴുകി പോകുമ്പോൾ വ്ളോഗിൻ്റെ കേസൊക്കെ മറന്നേ പോകും. അതുകൊണ്ട് ഞാൻ അവിടെ നിന്നും ഇവിടെ നിന്നും ഇച്ചിരി എടുത്ത ക്ലിപ്സ് കൂട്ടിയാണ് ഇപ്പോൾ ഈ വ്ളോഗ് ഇടുന്നത്. ബിക്കോസ് എൻ്റെ അടുത്ത് കുറേ പേര് ഈ വ്ളോഗിനെ പറ്റി ചോദിച്ച്. സോ ബാബിയുടെ ഡെലിവറി നടന്നത് രാജഗിരി ഹോസ്പിറ്റലായിരുന്നു. അപ്പോൾ ബാബി പോയി അഡ്മിറ്റ് ആയ നെക്സ്റ്റ് ഡേ മുതൽ ചെറുതായിട്ട് കോൺട്രാക്ഷൻ കണ്ടപ്പോൾ ബാബീനെ ലേബർ റൂമിൽ കയറ്റും. അതേപോലെ അവർ അത്രക്കും ഹൈ കോൺട്രാക്ഷനോ മാത്രമാണ് ലേബർ റൂമിലോട്ട് കയറ്റണത്. അപ്പോൾ ഇടയ്ക്ക് ഇറക്കും കയറ്റും അങ്ങനെയൊക്കെ ആയിരുന്നു. സെക്കൻഡ് ഡേ 5th ജൂലൈ അങ്ങനെ പോയി. അപ്പോൾ അന്ന് വാവ ഉണ്ടാവില്ല എന്ന് ഞങ്ങൾ ചെറുതായിട്ട് ഗസ് ചെയ്തായിരുന്നു. അപ്പോൾ ഈവനിങ് ആവണ വരെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത്, ഈവനിങ് അല്ല നൈറ്റ് വരെ വെയിറ്റ് ചെയ്ത്. പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായി നാളത്തേക്ക് ഉണ്ടാവുള്ളൂ എന്ന് ഡോക്ടർ നൈസായിട്ട് പറഞ്ഞായിരുന്നു. അപ്പം നമ്മളെല്ലാവരും വീട്ടിലോട്ട് പോയി. ബിക്കോസ് അടുത്ത ദിവസം രാവിലെ വരാൻ വേണ്ടി. പുള്ളിയുടെ പേര് പറയാൻ പഠിപ്പിച്ചെടുക്കുന്നു. ഗേൾ ബേബി ആകുന്നവർക്ക് നമ്മൾ ഗേൾ ബേബിക്ക് വേണ്ടി കണ്ടുപിടിച്ച പേര് അവരെയൊക്കെ പഠിപ്പിച്ചെടുക്കുന്ന സീൻസാണ് ഇതൊക്കെ. നമ്മൾ ജാക്കീനെ ബോയ് ആകുമെന്നും എക്സ്പെക്ട് ചെയ്തായിരുന്നു കേട്ടോ. കുറച്ച് പേര് ബോയ്, കുറച്ച് പേര് ഗേൾ, അങ്ങനെ രണ്ടും ഏതാണ്ട് നമ്മൾ 2 പേരും കണ്ടുപിടിച്ചിട്ടുണ്ട്. നമുക്ക് അത്ര ഉറപ്പുണ്ടായില്ല ഗേൾ ആവുന്നോ, അല്ലെങ്കിൽ അത്ര ഉറപ്പുണ്ടായില്ല ബോയ് ആവുന്നു. അപ്പോൾ നമ്മൾ 2 പേര് ഈക്വലി കണ്ടുപിടിച്ചിട്ടുണ്ടായി. ബാക്കിയുള്ള ഹോസ്പിറ്റൽസിലെ പോലെ നമുക്ക് ലേബർ റൂമിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാൻ പറ്റില്ല രാജഗിരിയിൽ. അപ്പോൾ ഇക്കേനെ ലേബർ റൂമിൽ കയറ്റും. അപ്പോൾ ഇക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ വിളിച്ച് പറഞ്ഞിട്ടാണ് നമ്മൾ അറിയണത്. നമ്മൾക്ക് റൂമിൽ വെയിറ്റ് ചെയ്യാനേ പാടുള്ളൂ. Day 2 ഓഫ് ബാബീസ്. അപ്പോൾ നമ്മളുള്ളത് എന്താ ഗാഡിയുണ്ട്. എല്ലാവർക്കും ഹായ്. അപ്പോൾ നമ്മൾ വാവേനെ കാണാൻ വന്നേക്കണമെന്നാണ്. ഇവർ സെക്യൂരിറ്റി നമ്മളെ കയറ്റിയിട്ടില്ല. എല്ലാ വിവരവും നമ്മൾ അപ്പം അറിയിക്കുന്നതായിരിക്കും ഗ്രൂപ്പിൽ. സെക്യൂരിറ്റി കയറ്റിയിടാത്തതുകൊണ്ട് നമ്മളിവിടെ ഇങ്ങനെ ഇരിക്കണതാണ് ഗൈസ്. ദിസ് ഇസ് 3rd day ഓഫ് സാക്കീസ് ബർത്ത് വ്ലോഗ്. അപ്പം അന്നും രാവിലെ തന്നെ ഞാനും പപ്പായും വന്ന്. അപ്പോൾ ബാബിക്ക് അന്ന് രാവിലെ നന്നായിട്ട് കോൺട്രാക്ഷൻ ഉണ്ടായി. ബാബിയുടെ റിലേറ്റീവ്സും ഇങ്ങനെ ഇക്കയുടെ റിലേറ്റീവ്സും എല്ലാവരും ഉണ്ടായി. അത് കഴിഞ്ഞ് ഒരു ഉച്ചക്ക് 1:15 ഇപ്പയ്ക്ക് വിളിച്ചിട്ട് പറഞ്ഞ് ബാബിക്ക് വാവുണ്ടായെന്ന് പറഞ്ഞ്. അപ്പോഴത്തേക്ക് നമ്മളെല്ലാവരും എക്സൈറ്റ്മെൻറ്റിൽ എണീച്ചിങ്ങനെ ഓർഡർ ചെയ്യുന്നുണ്ട് ലേബർ റൂമിലോട്ട്. അവിടെ വെച്ചുള്ള ക്ലിപ്സ് ഒന്നും എനിക്കൊന്നും എടുക്കാൻ പറ്റിയില്ല. ഞാൻ 2-3 ക്ലിപ്സ് സ്റ്റോറി ഇടാൻ വേണ്ടി മാത്രം എടുത്തതാണ്.
السلام حيار السلام حيار الفلاح حيار الفلاح الله أكبر الله أكبر لا إله إلا الله لا إله إلا الله صلى الله عليه وسلم اللهم صل على سيدنا الله أكبر الله أكبر أشهد أن لا إله إلا الله أشهد أن محمدا رسول الله حي على الفلاح حي على الفلاح قد قامت الصلاة قد قامت الصلاة الله أكبر الله أكبر لا إله إلا الله لا إله إلا الله ഗൈസ് അങ്ങനെ കാത്തിരുന്ന് ബാബിക്ക് അവസാനം വാവുണ്ടായി. അത് കഴിഞ്ഞ് വാവുണ്ടായി കഴിഞ്ഞപ്പോൾ വാവേനെ ഞങ്ങൾ ചടങ്ങുകളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അവർ തിരിച്ച് വീണ്ടും വാവേനെ കൊണ്ടുപോയി. അത് കഴിഞ്ഞപ്പോൾ ഞാനും ഇത്താത്തയും കൂടി പോയി ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങിച്ചിട്ട് ലേബർ റൂമിൻ്റെ അവിടുത്തെ സിസ്റ്റേഴ്സിനും എല്ലാവർക്കും നമ്മൾ അടുത്ത റൂമിലുള്ളവർക്കും ആർക്കൊക്കെയോ കൊടുത്തു. അങ്ങനെ എല്ലാവർക്കും കൊടുത്തു. അപ്പോൾ നമ്മൾ അത്ര നേരം ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായില്ല. പിന്നെ ഇക്കയുടെ ഫ്രണ്ടാണിത്, എൻ്റെ വ്ളോഗിൽ കണ്ടിട്ടുണ്ടാവും. ഇക്കയുടെ ഫ്രണ്ടും ഇക്കയുടെ ഫ്രണ്ടിൻ്റെ വൈഫും വാവയാണിത്. അങ്ങനെ എല്ലാവരും റിലേറ്റീവ്സൊക്കെ ഉണ്ടായി. അങ്ങനെ ഞങ്ങൾ എല്ലാവരും പോയി ഫുഡൊക്കെ കഴിച്ച് അത് കഴിഞ്ഞപ്പോഴേക്കും ഈവനിങ് ആയപ്പോഴേക്കും കുറേ പേര് ആൾക്കാരുടെ എണ്ണം കൂടിക്കൊണ്ടേയിരുന്നു. ബിക്കോസ് എല്ലാവരും വാവ ഉണ്ടായിട്ട് വരാമെന്നുള്ള മൈലിൽ നിൽക്കണമായിരുന്നു. അങ്ങനെ വാവ ഉണ്ടാക്കി തന്നെ എല്ലാവരും വന്ന് നോക്കിയിരുന്നു. പക്ഷെ ബാബീനെ കുറച്ച് പ്രൊസീജിയേഴ്സൊക്കെ കാരണം നല്ല ലേറ്റ് ആയിട്ടാണ് ഇറക്കിയത്. അപ്പം അന്ന് ആർക്കും കാണാൻ പറ്റില്ല, എല്ലാവരും വീട്ടിൽ പോയി. ഗൈസ് ദിസ് ഇസ് 4th ഡേ ആണ് വാവേനെ മര്യാദക്ക് കാണുന്നത്. അന്ന് പെട്ടെന്ന് തന്നിട്ട് അവർ കൊണ്ടുപോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ കണ്ടിട്ടേ ഉണ്ടായില്ല. ഗൈസ് ഇതിപ്പോൾ 4ാമത്തെ തവണയാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഡിലീറ്റ് ആക്കണേ. ഞാൻ ഈ വീഡിയോയുടെയൊക്കെ അവിടെ ഒരു ഓഡിയോ കീപ്പ് ചെയ്തിട്ടുണ്ടായി. അപ്പോൾ എനിക്ക് കോപ്പിറൈറ്റ് കിട്ടിക്കൊണ്ടേ ഇരിക്കണമായിരുന്നു. ഞാൻ ഒരു 4-5 പ്രാവശ്യം നോക്കിയിട്ടുണ്ട് അപ്ലോഡ് ചെയ്ത് വീണ്ടും, പക്ഷെ നടപടി ആവണില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് വോയിസ് ഓവർ തന്നെ കൊടുക്കാമെന്ന്. നമ്മൾ വാവയ്ക്ക് പേര് സാക്കിഫ് ഖിയാൻ നേരത്തെ തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ടായി. ഇപ്പോഴും വാവയുടെ പേര് ഇവിടെ പലരും പഠിച്ചിട്ടില്ല. പപ്പായൊന്നും ഇപ്പോഴും പഠിച്ചിട്ടില്ല. എല്ലാവരും സാക്കി എന്നാണ് വീട്ടിൽ വിളിക്കണേ. എനിക്ക് സാക്കിയുടെ ബർത്തിൽ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു മൊമെൻ്റ് ആയിരുന്നു ഇങ്ങനെ ഈ ഒരു സംഭവം എഴുതിയത്. ഇത് പെർലിമാനയുടെ വ്ളോഗിലൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ എഴുതുന്നത്. പക്ഷെ അന്ന് നമ്മൾ ഇത്രക്കും ഒരു ഫീൽ കിട്ടുമെന്ന് വിചാരിച്ചില്ല. ഇത് ബർത്ത് സർട്ടിഫിക്കറ്റിന് വേണ്ടി നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്നതാണ്. ഇതിൻ്റെ അവസാനം എനിക്കിങ്ങനെ എഴുതാനൊരിത് വന്ന് ലൈക്ക് ബേബി ഓഫ് സിസ്റ്റർ ഓഫ് ബേബീസ് ഫാദർ എന്ന് പറഞ്ഞ ഒരു ലൈൻ എഴുതിയപ്പോൾ ലൈക്ക് ശരിക്കൊരു ഇമോഷണലായിപ്പോയി. അത്രയ്ക്കൊരു മൊമെൻ്റ് ആയിരുന്നു അത്. ഗൈസ് ദിസ് ഇസ് 4th ഡേ. ഞാൻ പോയ ഡേറ്റ്സ് വെച്ച് നോക്കുമ്പോൾ 4th ഡേ, ബാബിയുടെ അഡ്മിറ്റാക്കിയ ഡേറ്റ് വെച്ച് നോക്കുമ്പോൾ 5th ഡേ ആണ്. സോ ഇന്നാണ് ബേബീൻ്റെ ഫോട്ടോഷൂട്ട്. അപ്പോൾ ആ വീഡിയോസൊക്കെ ഞാൻ വേറൊരു വ്ളോഗാക്കിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കണേണ്. ബാബിക്ക് ബേബി ഉണ്ടായത് സാറ്റർഡേ കുറച്ച് പ്രൊസീജിയേഴ്സ് ഉള്ളത് കൊണ്ട് ട്യൂസ്ഡേ ആണ് ഡിസ്ചാർജ് ആക്കിയത്. ഞാൻ ട്യൂസ്ഡേ മോർണിംഗ് തിരിച്ച് നേരെ ഹോസ്റ്റലിലോട്ട് പോയി. അപ്പം എൻ്റെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. എൻ്റെ വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ.